Hi friends, welcome back to our QSAT PYQs. അപ്പോൾ അതിന് തന്നെ അടുത്ത പാർട്ടായിട്ട് ഞാൻ ഇടാം. ഇടയ്ക്ക് ഓഫായി പോകുന്നതുകൊണ്ടാണ് മൊബൈൽ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എനിക്കൊന്ന് മിസ്സായി പോയത് that I'll do later. In this question, according to first law of thermodynamics, for an isolated system delta U. അപ്പോൾ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? അത് വെച്ചിട്ട് എന്താണ് വാട്ട് ഈസ് ഡെൽറ്റ യു? ഡെൽറ്റ യു എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ എനർജി, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി, ദാറ്റ് വി നോ ദാറ്റ് F/2 N into RT. അപ്പം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നതെന്ന് വെച്ചാൽ the heat that we are giving to the system, ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഹീറ്റ്, സോ ദാറ്റ് ഹീറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഇറ്റ്സ് വർക്ക് ഡൺ പ്ലസ് ഇൻറ്റേർണൽ എനർജി. വർക്ക് ഡണ്ണിനും ഇൻറ്റേർണൽ എനർജിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ദ ഹീറ്റ് ദാറ്റ് വി ആർ യൂട്ടിലൈസിങ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ വി ആർ ഗിവിങ്, വി ആർ സപ്ലൈയിങ്, അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഇതിനാണ്. അതുപോലെ തന്നെ തിരിച്ചു വർക്ക് ഡൺ ടു ദ ബൈ ദ ഗ്യാസ് ആണെങ്കിൽ തിരിച്ച് ഹീറ്റ് പുറത്തേക്ക് വരും. സോ ഹീറ്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി Q ഈസ് ഈക്വൽ ടു W വർക്ക് ഡൺ പ്ലസ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്നത് എന്താ? ഐസൊലേറ്റഡ് സിസ്റ്റം. ഇത് രണ്ടോ, അതായത് ഇൻറ്റേർണൽ എനർജി ഒരു പാത്ത് ഡിപ്പെൻഡൻ്റ് അല്ല, ഏത് പാത്തിലൂടെ പോയാലും ഇൻറ്റേർണൽ എനർജി സെയിം, ഇങ്ങനെ പോയാലും ഒക്കെ സെയിം ആയിരിക്കും. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ഏരിയ ഓഫ് ദ PV, ദിസ് ഈസ് വോളിയം, ദിസ് ഈസ് പ്രഷർ. സോ ഏരിയ ഓഫ് ദ PV എന്ന് പറയുന്നതാണ്, അതായത് ഇൻ്റഗ്രൽ P ഡെൽറ്റ V PV, ഇൻ്റഗ്രൽ PV അല്ലെങ്കിൽ ഇൻ്റഗ്രൽ PdV എന്ന് പറയുന്നതാണ് എന്ത്? വർക്ക് ഡൺ. സോ വർക്ക് ഡൺ അങ്ങനെ കിട്ടും. വർക്ക് ഡൺ ആക്ച്വലി പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ എന്ന് ബിയിലേക്ക് ഇങ്ങനെ പോയാലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്താണ് എന്ത്? വർക്ക് ഡൺ. ബട്ട് ഡെൽറ്റ യു എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഏത് വഴിക്ക് പോയാലും ഇറ്റ് ഈസ് സെയിം. അപ്പോൾ ഡെൽറ്റ യു ചേഞ്ച് ചെയ്യുന്നില്ല. സോ വാട്ട് ഹിയർ ഇറ്റ് ഈസ് ആസ്കിങ് ഈസ് ദാറ്റ് ഇൻ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്, അതായത് ഒന്നും ചേഞ്ച് ആവുന്നില്ല, ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് എന്താവും? ഒരു ഹീറ്റും കൊടുക്കുന്നില്ല, ഒരു ഹീറ്റും പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെയുള്ള കേസിൽ വർക്ക് ഡൺ ഇല്ല, Q ഈസ് ഈക്വൽ ടു 0, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടും 0 ആകുമ്പോൾ ദെൻ ഓഫ് കോഴ്സ് ഡെൽറ്റ യു ഒന്നും 0 ആയി മാറും കേട്ടോ. അതിനകത്തൊന്നും ചേഞ്ച് ഉണ്ടാവുന്നില്ല. എന്തെങ്കിലും ഒരു ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിലോ എനർജി ട്രാൻസ്ഫർ ഉണ്ടെങ്കിലോ വർക്ക് ഡൺ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻറ്റേർണൽ എനർജിക്കും ഇൻറ്റേർണൽ എനർജിക്കും വാല്യൂ ഉണ്ടാവുള്ളൂ. സോ ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ആസ് പെർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇറ്റ് ഈസ് ആക്ച്വലി 0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്ഫിറിക്കൽ ബ്ലാക്ക് ബോഡിയാണ് തന്നേക്കുന്നത് വിത്ത് എ റേഡിയസ് ഓഫ് 12 സെൻറ്റിമീറ്റർ റേഡിയസ് ഉണ്ട്. റേഡിയേറ്റ്സ് പുറത്തേക്ക് വിടുന്നത് 450 വാട്ട് പവർ അറ്റ് 500 കെൽവിൻ. ഇഫ് ദ റേഡിയസ് വെയർ ഹാഫ്, റേഡിയസ് പകുതിയായി ആൻഡ് ദ ടെമ്പറേച്ചർ ഡബിൾ, ദ പവർ റേഡിയേറ്റഡ് ഇൻ വാട്ട്. നമ്മളുടെ അതെന്ത് ഇക്വേഷൻ ആയിരുന്നു? അവർ ഇക്വേഷൻ ദിസ് വൺ, അതായത് റേഡിയേഷൻ ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ പേര് ഞാൻ ഓർത്തോട്ടെ ഒന്ന്. വി നോ ദാറ്റ് Q ഈസ് ഈക്വൽ ടു സ്റ്റീഫൻസ് ഇക്വേഷൻ, ഈസ് Q റേഡിയേഷൻ എന്ന് പറയുന്നത് sigma is proportional to sigma A into Q is proportional to area, temperature and time and this one. So what they are giving is power ആണ്. So power is Q by T, that is power joules per second അല്ലെങ്കിൽ watt. It is given as sigma A into T to the power 4. അപ്പോൾ ഇതിൽ നമുക്ക് T വേണ്ടല്ലോ, T ഇങ്ങോട്ട് താഴേക്ക് വന്നു. സോ P is equal to sigma A T to the power 4. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കേസിൽ കേസ് 1ൽ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഏരിയ A ആണ് T4. അപ്പോൾ P1 ഈസ് ഈക്വൽ ടു സിഗ്മ A T to the power 4. ഇനി നമുക്ക് കേസ് 2ൽ എന്താ പറഞ്ഞത്? P2 ഈസ് ഈക്വൽ ടു സിഗ്മ A2 എത്രയാണ് പറഞ്ഞേക്കുന്നത്? A2 ഏരിയ ഇഫ് ദ റേഡിയസ് വെയർ ഹാഫ്, ദ റേഡിയസ് പകുതി ആകുമ്പോൾ A എന്താവും? ഫസ്റ്റ് കേസിലെ A1 എന്ന് പറയുന്നത് A ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു D². സോ ഹിയർ ഏരിയ എന്ന് പറയുന്നത് A2 ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു റേഡിയസ് പകുതിയാകുമ്പം ഡയമീറ്റർ ഓഫ് കോഴ്സ് പകുതിയാകും, D/2 ദ ഹോൾ സ്ക്വയർ. സോ π/4 ഇൻറ്റു D²/4 ആണ് A2. അപ്പോൾ നമുക്ക് A ഇങ്ങനെ എഴുതാം അല്ലേ? A ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു π/4 ഇൻറ്റു D² ഇൻറ്റു T to the power 4. അപ്പോൾ ഇതിൻ്റെ കേസിൽ സിഗ്മ ഇൻറ്റു π/4 ഇൻറ്റു
ഡി സ്ക്വയർ ബൈ 4 വന്നു ഇൻറ്റു ഇനി ടി എന്താണ് ടെമ്പറേച്ചർ ഈസ് ഡബിൾഡ്. അപ്പോൾ T2 എന്ന് പറയുന്നത് 2T1 ആയി 2T ആയി, ടെമ്പറേച്ചർ ഡബിൾ ആയി. ഫസ്റ്റ് കേസിനേക്കാളും ടെമ്പറേച്ചർ ബിക്കംസ് ഡബിൾ. സോ ഇവിടെ നമുക്ക് 2T⁴. T⁴ ആണ്, അത് ശ്രദ്ധിച്ചോണേ. ഏരിയയും മാറിയിട്ടുണ്ട്, ടെമ്പറേച്ചറും 4 ടൈംസ് ആയിട്ടുണ്ട്. സോ P2 എന്ത് വരും? സിഗ്മ π/4 ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു 2⁴ ഇൻറ്റു ടി. അപ്പം നമുക്ക് P1/P2 നോക്കാം. P1/P2 is equal to sigma π/4 into d square into T⁴ divided by sigma π/4 into d square by 4 into 2⁴ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 2 into 2 ഓക്കെ ഇൻറ്റു T⁴. അപ്പോൾ T⁴ d സ്ക്വയർ π/4 സിഗ്മ ഇതൊക്കെ വെട്ടിക്കളയാലോ. ഓക്കെ, ഇതെല്ലാം വെച്ചാൽ ബാക്കി എന്തുണ്ട്? ഈ 4 നമുക്കിങ്ങനെ വെട്ടിക്കളഞ്ഞ് ഇത് രണ്ടും വെട്ടി, ബാക്കി 1/4. സോ P1/P2 ഈസ് ഈക്വൽ ടു 1/4. നമ്മളോട് P2 ആണ് ചോദിച്ചേക്കുന്നത്. P2 ഈസ് ഈക്വൽ ടു 4P1. P1 എന്താ? ഫസ്റ്റ് കേസിലെ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 450 വാട്ട്. സോ ഇറ്റ് ഈസ് 4 ഇൻറ്റു 450 ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? അത് സെക്കൻഡ് കേസിലെ പവർ കിട്ടും. അപ്പോൾ ഇത് 1800 അല്ലേ? 1800 വാട്ട്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഈക്വൽ ടു ജൂൾസ് പെർ സെക്കൻഡ്. അതാണ് നമ്മളിവിടെ പറഞ്ഞു. എനർജി ഈസ് ഇൻ ജൂൾസ് ടി സെക്കൻഡിൽ. ജൂൾസ് പെർ സെക്കൻഡ് ആണ്, അത് നോക്കിക്കുവാണ്. ജൂൾസ് പെർ സെക്കൻഡിലാണോ തന്നിരിക്കുന്നത്, അത് വാട്ടിലാണോ? വാട്ട് എന്ന് പറഞ്ഞാൽ ഐദർ ജൂൾസ് പെർ സെക്കൻഡ് അതോ ജൂൾസിലാണോ തന്നിരിക്കുന്നതെന്ന്. സോ ഇറ്റ് ഈസ് P/T. ടൈമിൻ്റെ കാര്യം ചോദിക്കുന്നില്ല. സോ നമ്മുടെ സ്റ്റീഫൻസ് ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് എടുത്താൽ മതി. യു ജസ്റ്റ് റിമെമ്പർ ദിസ് സ്റ്റീഫൻസ് ഇക്വേഷൻ, or at least remember that it is directly proportional to T⁴. അത് എന്തായാലും മറക്കരുത്, കാരണം അതിന് വെച്ചിട്ട് പ്രോബ്ലംസ് വരാം. സോ ജസ്റ്റ് റിമെമ്പർ ദിസ് സ്റ്റീഫൻസ് ലോ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി ആകുമ്പോൾ അതിന് വേറെ എമിഷൻ ഒന്നും വേറെ വരുന്നില്ല, കാരണം വാട്ടർ ഈസ് അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് എമിറ്റ് ചെയ്യുന്നതുകൊണ്ട്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of degrees of freedom of a rigid diatomic molecule. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ചോദിച്ചേക്കുന്നത്? റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂളിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ചോദിച്ചേക്കുന്നത്. സോ വി നോ ദാറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ഡയാറ്റോമിക് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഓക്സിജൻ, അതിന് നമുക്ക് ട്രാൻസ്ലേഷൻ മോഷനിൽ 3 എണ്ണം ഉണ്ട്. XY ആൻഡ് Z ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോ XYZ, സോ ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ മോഷനിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് 3. അതുപോലെ തന്നെ ഇതിൻ്റെ റൊട്ടേഷണൽ മോഷനിൽ എഗെയിൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, റൊട്ടേഷണൽ മോഷനിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഡയറക്ഷനിലുണ്ട്, വൈ ഡയറക്ഷനിലുണ്ട്, ഇസഡ് ഡയറക്ഷനിലുണ്ട്. ബട്ട് ഇറ്റ്സ് ഓൺ എക്സ് ഡയറക്ഷനിൽ അത് വളരെ ചെറുതായതുകൊണ്ട് വി ആർ നെഗ്ലക്റ്റിംഗ് ദാറ്റ്. സോ ഇവിടെ 2 ഉള്ളൂ. സോ അതുകൊണ്ട് ദിസ് ഈസ് 5. സോ ഡയാറ്റമിക് ആണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ ഈസ് 5. മോണോ ആറ്റമിക് ആണെന്ന് ചോദിക്കുന്നതെങ്കിൽ മോണോ ആറ്റമിൻ്റെ കേസിൽ ഒരു ആറ്റം അത് ഏത് ഡയറക്ഷനിൽ തിരിഞ്ഞാലും വളരെ കുഞ്ഞതായതുകൊണ്ട് വി ആർ എലിമിനേറ്റിംഗ് ദാറ്റ് തിങ്. സോ മോണോ ആറ്റമിക് കേസിൽ ഇറ്റ് ഈസ് 5. അതുപോലെ തന്നെ ഡയാറ്റമിക് കേസ് ആണെങ്കിൽ ഇതാണ്. ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഉണ്ടെങ്കിൽ നോൺ ലീനിയർ ആണെങ്കിൽ, അതായത് സൾഫർ ഡയോക്സൈഡ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് നോൺ ലീനിയർ ആയതുകൊണ്ട് അതിന് 3 6 എണ്ണം ഉണ്ട്. അതായത് ട്രാൻസ്ലേഷണൽ മോഷനിലും ഉണ്ട്, റൊട്ടേഷണൽ മോഷനിലും അതിന് എങ്ങനെ വേണേൽ തിരിയാം. സോ ഇൻ ദാറ്റ് കേസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് 6. പക്ഷേ ലീനിയർ എന്ന് പറയുവാണെങ്കിൽ ലൈക്ക് കാർബൺ ഡയോക്സൈഡ്, അത് രണ്ടും ഇങ്ങനെ കാർബണിൻ്റെ 2 എണ്ണം ഇങ്ങനെ ലീനിയർ ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് 5. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസസ് അവർ നോൺ ലീനിയർ ആണ് ചോദിക്കാറുള്ളത്. വെറുതെ ഡയാറ്റമിക് എന്ന് പറയുകയാണെങ്കിൽ യു പുട്ട് ഇറ്റ് ആസ് 6. ഡയാറ്റമിക് ആണെങ്കിൽ 5 ടോട്ടൽ, മോണോ ആറ്റമിക് ആണെങ്കിൽ 3. ഇനി ഇതിൻ്റെ കേസിൽ ചിലപ്പോൾ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹൈ ടെമ്പറേച്ചറിൽ, അല്ലെങ്കിൽ ടെമ്പറേച്ചറും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് വൈബ്രേറ്റ്സ്. അന്നേരം അതിനെല്ലാത്തിനും കൂടെ 3 കൂടും. അത് വേറെ. നോർമൽ കേസിൽ ഇത് രണ്ടേ ചോദിക്കാറുള്ളൂ. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ D, 5. ഫോർ ഡയാറ്റമിക് കേസ്, ഡയാറ്റമിക് മോളിക്യൂൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ഡയാറ്റമിക് കേസ് ഇറ്റ് ഈസ് 5. അതായത് 3 എണ്ണം നമ്മുടെ ട്രാൻസ്ലേഷൻ ലോഞ്ചിറ്റ്യൂണൽ മോഷനിലുള്ള 3 എണ്ണവും മറ്റേതിൽ ആക്ച്വലി 3 എണ്ണം ഉണ്ട്. ബട്ട് അതിൻ്റെ ഓൺ ആക്സിസിൽ അത് വളരെ ചെറുതായതുകൊണ്ട് വി ആർ എലിമിനേറ്റിംഗ് ദാറ്റ്. സോ ദാറ്റ് ഈസ് വൈ 3 + 2 it is 5. Okay. Next question is very simple. A black body is at a temperature of 300 Kelvin. It radiates energy at a rate proportional to. So അത്രേ ചോദിച്ചിട്ടുള്ളൂ. There is nothing is given. So we know that as per Stephen's law, our radiation of black body is given by sigma AT into T⁴.
So for a given time, given area, Q is directly proportional to T to the power 4. അതാണ് അവർ ചോദിച്ചേക്കുന്നത്. ഇറ്റ് റേഡിയേറ്റ്സ് എനർജി അറ്റ് എ റേറ്റ് പ്രപ്പോർഷണൽ ടു, അപ്പോൾ ആ പ്രപ്പോർഷണൽ എന്താണ്, ടി ഇവിടെ എത്ര തന്നേക്കുന്നത്, ടി ഈസ് ഗിവൺ ആസ് 300K. ഓർക്കണം, എല്ലാ കേസിലും ഇവിടെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ തരുന്ന എല്ലാം കെൽവിനിലാണ്. സോ ഇഫ് ഡിഗ്രീസിലാണ് തരുന്നതെങ്കിൽ അത് കെൽവിനിലേക്ക് മാറ്റണം. ഈ കേസിൽ കുഴപ്പമില്ല, ഇറ്റ് ഈസ് ഡയറക്ട്ലി ഗിവൺ ഇൻ കെൽവിൻ. സോ കെൽവിൻ 300 to the power 4 അല്ലെങ്കിൽ 300 raised to 4 ആണ് അതിൻ്റെ എമിഷൻ, അതിൻ്റെ റേഡിയേഷൻ ഇസ് പ്രപ്പോർഷണൽ ടു 300 to the power 4, അതായത് 300 raised to 4 ആണ് ആൻസർ. സോ ഓപ്ഷൻ ഡി ഈസ് എ റൈറ്റ് ആൻസർ. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം ചെയ്തത്, ഇതിനെ തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലം ചെയ്തത്. നെക്സ്റ്റ് ഈസ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ലോ ആസ് പെർ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് വെച്ചിട്ടുള്ളതാണ്. ഇൻ എ തെർമോ കെമിക്കൽ പ്രോസസ് 500 joules of heat is absorbed by a system, and 250 joules of work done by the system. The change in internal energy during the entire process. അപ്പോൾ നമുക്കറിയാം ആസ് പെർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്, Q heat is equal to work done plus internal energy is delta U. So work done by the system ആണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് പോസിറ്റീവ്, എത്രയാണ്, അല്ല വർക്ക് ഡൺ അല്ല, ആദ്യം ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം, ഹീറ്റ് ഈസ് 500 joules, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. വർക്ക് ഡൺ ടു ദ സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് വാസ് മൈനസ്, വർക്ക് ഡൺ ബൈ ആ സിസ്റ്റം തന്നെയാണ് വർക്ക് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് പ്ലസ് 250 joules. ഇനി നമ്മളോട് ഡെൽറ്റ യു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് വൺ, ഇറ്റ് ഈസ് 500 ഈക്വൽ ടു 250 പ്ലസ് ഡെൽറ്റ യു. സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 250 joules. സോ ആൻസർ ഈസ് 250 joules. ഓക്കെ, ബൈ ദ, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാൻ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം തന്നെയാണ് വർക്ക് ഡൺ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ്, വർക്ക് ഡൺ ടു ദ സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, സിസ്റ്റമാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ഇപ്പം നമ്മൾ നോർമൽ ചില കേസിലൊക്കെ ഇങ്ങനൊരു പാത്തായിരിക്കും തരുന്നുണ്ടാവില്ല, ആ പാത്തിൽ ഇഫ് ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്താണ് വർക്ക് ഡൺ നടന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ദിസ് ഈസ് വെലോസിറ്റി, ഇറ്റ് ഈസ് വോളിയം, ഇറ്റ് ഈസ് പ്രഷർ. അപ്പം ഇതിൻ്റെ പാത്ത് പോസിറ്റീവ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. ഇനി നെഗറ്റീവായിട്ട് വരണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അറിയാമല്ലോ, ക്ലോക്കിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്. സോ അത് ഓർത്താൽ മതി. ഇവിടെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയതുകൊണ്ട് എന്താണ്, ഇറ്റ് ഈസ് പോസിറ്റീവ് വർക്ക് ഡൺ. ഓക്കെ, അത് മാത്രം ഓർത്താൽ മതി. ആസ് പെർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, Q ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ പ്ലസ് ഇന്റേണൽ എനർജി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ വർക്ക് ഡണ്ണിൻ്റെ പ്രോബ്ലം ആണ്. An ideal gas is allowed to expand from 1 liter to 10 liter at 300 Kelvin against external pressure of 1 atmosphere. The work done is, okay, so എന്തൊക്കെയാണ് നമുക്ക് തന്നേക്കുന്നത് initial volume is V1 is equal to 1 liter, V2 is equal to 10 liter, and temperature is 300 Kelvin and external pressure is 1 atmospheric. So we know that work done is equal to P into delta V. Okay, so delta V എന്താണ് ഇവിടെ, delta V is equal to V2 minus V1. 10 liter minus 1 liter is 9 liter. അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. So this is actually P എത്ര തന്നിരിക്കുന്നത്, 1 atmospheric, 1 atmosphere into 9 liter. So 9 liter atmosphere അല്ലേ, അതാണ് അതിൻ്റെ യൂണിറ്റ്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് യൂണിറ്റ് ഒക്കെ മാറ്റണം. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഡയറക്ട്ലി ദെൻ യു ക്യാൻ ടേക്ക് ഫ്രം ദ ഓപ്ഷൻ. സോ 9 liter atmosphere it is already given. So work done is simply P into delta U. work done പല രീതിയിൽ കണ്ടുപിടിക്കാം. ഇഫ് യു ഹാവ് ഗിവൺ Q തന്നിട്ടുണ്ടെങ്കിൽ, ഇന്റേണൽ എനർജി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. എങ്ങനെ, Q മൈനസ് ഡെൽറ്റ യു ഈസ് എ വർക്ക് ഡൺ. അതല്ലെങ്കിൽ ഇങ്ങനെ P delta V is a work done, അല്ലെങ്കിൽ integral P into dV is a work done, or in the case V ഇങ്ങനെ ഡയഗ്രാം തന്നിട്ടുണ്ട്, പ്രഷർ ഇങ്ങനെ തന്നിട്ടുണ്ട്, then എന്തെങ്കിലും ക്ലോസ്ഡ് ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദാറ്റ് തിങ് ഈസ് വർക്ക് ഡൺ. ക്ലോസ്ഡ് ഫിഗർ എന്ന് വെച്ചാൽ ഇങ്ങനെ ആരോ തുടങ്ങുന്നിടത്ത് തന്നെ ഇത് എത്തണം. ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗർ ആണെങ്കിൽ ദാറ്റ് ഈസ് ദിസ് വൺ. ഇനി ക്ലോസ്ഡ് അല്ലാത്ത ഫിഗറിൽ V തന്നിട്ടുണ്ട്, P തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു സാധനമാണെങ്കിൽ ഇതിൻ്റെ മുഴുവൻ ഏരിയ ആണ് എന്ത്,
ദാറ്റ് ഈസ് ഓൾസോ വർക്ക് ഡൺ. സോ വർക്ക് ഡൺ ഇങ്ങനെ എല്ലാ രീതിയിലും കാണാം. വാട്ട് എവർ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ അതുപോലെ തന്നെ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ പ്രഷർ തന്നിട്ടുണ്ട്, ദേ ഹാവ് ഗിവൺ ദ ഡെൽറ്റ വി, V1 V2 ഒരു പ്രഷർ ഉണ്ട്, അതായത് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് ഇവിടെ നിന്ന് ഇവിടെ വരെ അല്ലേ. വി ചേഞ്ചസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു. സോ ദെൻ എന്താ നമ്മൾ പറയുന്നത്, ഈ കംപ്ലീറ്റ് ഏരിയ ആണ് എടുക്കുന്നത് പി ഇൻറ്റു ഡെൽറ്റ വി. ആ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഫുൾ V1 തൊട്ട് V വരെ ഉള്ളത് എടുക്കുക ഇൻറ്റു 1. അപ്പോൾ ചെയ്തപ്പോൾ നമുക്ക്, അതായത് ഇതാണ് 0 to 1 ഈ പ്രഷറാണ് തന്നേക്കുന്നത്. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നു. ഇവിടുത്തെ V1 എന്ന് പറഞ്ഞാൽ എത്ര തന്നേക്കുന്നത്, ഇറ്റ് ഈസ് ഗിവൺ 1 ലിറ്ററിൽ നിന്ന്. ഇത് വോളിയം, ദിസ് വൺ ഈസ് പ്രഷർ. പ്രഷറിന് മാറ്റില്ല, പ്രഷർ ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. ഇതാണ് ലൈൻ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ 1 ലിറ്റർ ടു 10 ലിറ്റർ അല്ലേ, 10 ലിറ്റർ. അപ്പം നമ്മളുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ എൻ്റയർ സാധനം ക്ലോസ്ഡ് ഒന്നും അല്ലല്ലോ, ഒറ്റ ലൈനല്ലേ ഉള്ളൂ. അതിന് കീഴെ എന്തൊക്കെയുണ്ടോ 0 വരെയുള്ള സാധനമാണ് നമ്മുടെ വർക്ക് ഡൺ. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ വി ഹാവ് ടേക്കൺ ഇറ്റ് ആസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാം. കാരണം ഇത് 10ൽ നിന്ന് ഇത് കുറച്ച് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് 9V, ദിസ് വൺ ഇത് 1 ആണ്. സോ 9 into 1 ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ക്വസ്റ്റ്യൻ മേ ബി ഇൻ ഡിഫറെൻറ്റ് വേസ് ബട്ട് ദ ആൻസർ ഈസ് സെയിം. ഓക്കെ, വർക്ക് ഡണിൻ്റെ ആൻസർ. Next question, the heat of 70 calories is required to raise the temperature of 2 mole of an ideal gas at constant pressure from 30 degrees centigrade to 35 degrees centigrade. The amount of heat needed to raise the temperature of the same gas through the same range of constant volume. സെയിം റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും, സെയിം റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ അതാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒരു ഹീറ്റ് റിക്വയർഡ് ടു റേസ് എ ടെമ്പറേച്ചർ ഓഫ് 2 മോൾ. എത്ര നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2 മോളാണ്. അത് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ QP. അപ്പോൾ QP അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വാട്ട് ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ടു റേസ് എ ടെമ്പറേച്ചർ. അത് QP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 70 calories തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ ടി ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡിഗ്രി ആയാലും കെൽവിൻ ആയാലും ഇറ്റ് വിൽ ബി സെയിം. സോ ഡെൽറ്റ ടി ഈസ് 35 മൈനസ് 30 ഈസ് ഈക്വൽ ടു 5 ഡിഗ്രി അല്ലേ. 5 ആണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. 5 ഡിഗ്രി എന്നും പറയാം, 5 കെൽവിൻ. ഇഫ് യു ആർ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു കെൽവിൻ ആയാലും ഇറ്റ് ഈസ് സെയിം, 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഓർ 5 കെൽവിൻ. ഡെൽറ്റ ടി നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചേക്കുന്നത് സെയിം ഗ്യാസ് സെയിം ടെമ്പറേച്ചറിൽ തന്നെ കോൺസ്റ്റൻറ്റ് വോള്യത്തിലാകുമ്പോൾ എന്തായിരിക്കും അതിന് വേണ്ട ഹീറ്റ്. സോ വി നോ ദാറ്റ് QP ഈസ് ഈക്വൽ ടു CP ബൈ N ഇൻറ്റു ഡെൽറ്റ ടി. സോ ഇതാണ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ത് നമ്മളുടെ ഇക്വേഷൻ. നമ്മൾ പഠിച്ചല്ലോ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു QP ഇൻറ്റു N ഇൻറ്റു ഡെൽറ്റ ടി. സോ ഇറ്റ് ഈസ് QP ഈസ് ഈക്വൽ ടു ദാറ്റ് CP ബൈ N ഇൻറ്റു ഡെൽറ്റ ടി. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കാണും, നമുക്ക് CP കണ്ടുപിടിക്കാം. CP ഈസ് ഈക്വൽ ടു QP ഇൻറ്റു N ഇൻറ്റു ഡെൽറ്റ ടി. സോ QP എത്രയാണ്, 70 ഇൻറ്റു 2 ഇൻറ്റു 5 എത്ര കിട്ടി? സോ no, CP is equal to, sorry, CP ആണ് തിരിച്ച് കേട്ടോ, not QP. ഇറ്റ് ഈസ് CP is equal to, ദാറ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുന്നത് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ബൈ ടെമ്പറേച്ചർ. അത് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 1 മോളിൽ കൂട്ടാൻ വേണ്ടി ആവശ്യമുള്ള എനർജിയാണ് നമ്മൾ CP എന്ന് പറയുന്നത്. QP ഈസ് ഗിവൺ. സോ CP നമുക്ക് കണ്ടുപിടിക്കുക എത്രയാണ്. CP കലോറിയിൽ ആയതുകൊണ്ട് ലെറ്റ് ഇറ്റ് ബിഗിൻ ആൻസറും കലോറിയിൽ ആയതുകൊണ്ട് കലോറിയിൽ തന്നെ കിടക്കട്ടെ. നമ്പർ ഓഫ് മോൾസ് 2 ഇൻറ്റു ഡെൽറ്റ ടി എത്ര 5. സോ വി വിൽ ഗെറ്റ് എത്ര കിട്ടും. സോ ദിസ് വൺ ഈസ് 35, 7 സോ ആൻസർ ഈസ് 7. CP നമുക്ക് 7 കിട്ടി. വി നോ ദാറ്റ് എന്ത് CP മൈനസ് CV ഈസ് ഈക്വൽ ടു R അല്ലേ. CP മൈനസ് CV എന്ന് പറയുന്നത് R ആണ്. സോ ആറിൻ്റെ വാല്യൂ, R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇതിൻ്റെ വാല്യൂ ഓർത്തിരിക്കുക. കീമിലൊക്കെയാണ് നമുക്ക് തരും, ബട്ട് ക്യൂസാറ്റിൽ അത് തന്നിട്ടില്ല. R വാല്യൂ ഈസ് ഗിവൺ ആസ് 2 calories per mole per Kelvin. ഇനി നമ്മൾ അതിനെ മറ്റേ ജൂൾസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 8.3 joules per mole per Kelvin. സോ ഹിയർ ഇറ്റ് ഈസ് 2 എന്താണ് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 calories per K per mole per K. സെയിം തന്നെ, per mole per K, MOL mole per K. സോ CP മൈനസ് CV നമുക്കറിയാം. സോ CV നമുക്കറിയാം. നമുക്ക് CV എങ്ങനെ കണ്ടുപിടിക്കാം. CP മൈനസ് CV ആണോ CV മൈനസ് CA.
CP ആണ് നമുക്ക് കിട്ടിയത്. CP is CP minus R. So CP minus R, CV is equal to CP minus R. CP is given as 7 minus what is R? It is 2. So CV നമുക്ക് 5 ആയിട്ട് കിട്ടി. ഇനി ചോദിച്ചേക്കുന്ന CV അല്ല നമ്മളോട് ചോദിക്കുന്നത്. CV എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം. പക്ഷേ അതല്ല നമ്മളോട് ചോദിച്ചേക്കുന്നത് what is amount of heat needed ആണ്. So we know that CV is equal to QV at constant volume divided by same തന്നെ N into delta T. Same temperature difference ആണെന്ന് പറയുന്നുണ്ട്. So QV is equal to CV into N into delta T. CV എത്രയാണ് നമുക്ക് കിട്ടിയത്? CV is given as 5. N number of moles എത്രയാണെന്ന് പറയുന്നത്? Number of moles same 2 moles. Same gas same തന്നെയാണ്. Delta T is our 5 degree. 5 degree centigrade or 5 degree Celsius. So IN 25 2 50. So 50 calories is the answer. Okay, 50 calories answer. So CP, CV അതിൻ്റെ റിലേഷൻഷിപ്പ് CP മൈനസ് CV is equal to R. പിന്നെ ആറിൻ്റെ വാല്യൂ ഇത്രയൊക്കെ തന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ നമുക്ക് അറിയാമെങ്കിൽ ആൻഡ് ദെൻ വാല്യൂ ഓഫ് CP QP by N into QP by N divided by delta T. സോ അത്രയൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. സോ ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക. ഇത്ര ഇക്വേഷൻസ് ഈ പറഞ്ഞ എല്ലാ ഇക്വേഷൻസും നമുക്ക് അറിയാമെങ്കിൽ ഈ ചാപ്റ്ററിലുള്ള എല്ലാ പ്രോബ്ലംസും ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇച്ചിരി കൂടെ ഉണ്ട് ഈ ചാപ്റ്ററിൽ, അതുകൂടെ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ആൻഡ് സ്റ്റീൽ. Brass and steel rods are alpha 1 and alpha 2. Okay, length of brass and steel rods are L1 and L2 respectively. If L2 minus L1 is maintained same at all temperatures, which one of the following relations hold good? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാവുന്നതൊക്കെ ആയിരിക്കും, പക്ഷേ ഇങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുമ്പോൾ വി മേ ബി കൺഫ്യൂസ്ഡ്. പിന്നെ നമ്മൾ അറിയാമെന്ന് പറഞ്ഞാൽ ചാടിക്കയറി ആൻസർ എഴുതരുത്. ഇതിനകത്ത് ഓപ്ഷൻസും വളരെ ട്രിക്കി ആയിട്ടാണ് തരുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് എഴുതാവുള്ളൂ. തിരിച്ച് ഒരു സാധനം 1ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ആൻസർ തെറ്റും. സോ ദിസ് എന്താണ് പറഞ്ഞേക്കുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ 1 ഫോർ എന്താണ് ബ്രാസിൻ്റെ. ബ്രാസ് ഇറ്റ് ഈസ് ഗിവൺ ആസ് ആൽഫ 1. കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഫോർ സ്റ്റീൽ ഇറ്റ് ഈസ് ഗിവൺ ആസ് ആൽഫ 2. ലെങ്ത് ഓഫ് ബ്രാസ് എന്ന് പറയുന്നത് L തന്നിട്ടുണ്ട്, സ്റ്റീലിൻ്റെ L1 തന്നിട്ടുണ്ട്, L2 തന്നിട്ടുണ്ട്. ഇനി അത് പറയുന്ന കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബ്രാസിനൊരു ലെങ്ത് ഉണ്ട് L1, സ്റ്റീലിനൊരു ലെങ്ത് ഉണ്ട് L2. അപ്പോൾ നമുക്ക് ആദ്യം ഒരു L1 മൈനസ് L2 കിട്ടുമല്ലോ. ലെറ്റ് ഇറ്റ് ബി 1 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇനി ഇത് എത്ര ചൂടാക്കിയാൽ ഏത് ടെമ്പറേച്ചർ, ഇതിപ്പം നമുക്ക് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. ഇതിനെ ഒരു 100 ആക്കിയാലും ഇതിനെ 200 ആക്കിയാലും എന്തുവാക്കിയാലും ഈ 1 മീറ്റർ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ്? ഇതിന് എത്ര എക്സ്ട്രാ വരുന്നു ചൂടാവുന്നതാണ് ഡെൽറ്റ എൽ. ഇതിൻ്റെ എക്സ്ട്രാ വരുന്നതും ഡെൽറ്റ A1 ഇതിൻ്റെ എക്സ്ട്രാ വരുന്നതും സെയിം ആയിരിക്കും. എന്നാൽ മാത്രമല്ലേ നമുക്കിത് ഡിഫറൻസ് എടുക്കുമ്പോൾ എപ്പോഴും സെയിം ആയിട്ട് കിട്ടുള്ളൂ. ആ ഒരു ലോജിക്ക് മാത്രം മനസ്സിലാലോചിച്ചാൽ മതി. അതായത് L1 ചിലപ്പോൾ 5 മീറ്റർ ആയിരിക്കാം, L2 എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആയിരിക്കാം. സോ ഡിഫറൻസ് ഈസ് 1 മീറ്റർ. ഇനിയിപ്പം ഈ L1 എന്ന് പറയുന്നത് 5.5 മീറ്റർ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ L2 ഷുഡ് ബി 4.5 അല്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എത്രയാണ്? 0.5. ഇനി L1 6 മീറ്റർ ആവട്ടെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എൽ എന്തായിരിക്കും? 1 മീറ്റർ. ഇതിൻ്റെ കേസിലും ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ 1 മീറ്ററേ ആവാൻ പാടുള്ളൂ. അതാണ് ഇവർ പറയുന്നത്. ഏത് ടെമ്പറേച്ചറിലായാലും ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇത് 5 ആണ്, ഇത് 4 ആണെങ്കിൽ ആ ഡിഫറൻസ് 1 മീറ്റർ ആണ്. അപ്പോൾ അത് 100 ഡിഗ്രിയിലായാലും 200 ഡിഗ്രിയിലായാലും 300 ഡിഗ്രിയിലായാലും ആ ഡിഫറൻസ്, ആ 1 മീറ്റർ ഡിഫറൻസ് 5 മൈനസ് 4 1 എന്നുള്ള സാധനം എല്ലായിടത്തും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ഡെൽറ്റ ഓഫ് L1 ഷുഡ് ബി ഈക്വൽ ടു എന്തുമാത്രം L1 എക്സ്പാൻഷൻ സംഭവിക്കുന്നു അത്രയും തന്നെ എക്സ്പാൻഷൻ അതിന് സംഭവിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കേസിൽ വാട്ട് വിൽ ബി ദ റിലേഷൻഷിപ്പ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അങ്ങനെയുള്ള കേസിൽ വി നോ ദാറ്റ് ഡെൽറ്റ L1 ഷുഡ് ബി ഈക്വൽ ടു, അങ്ങനെയാണ് കണ്ടീഷനെങ്കിൽ ഡെൽറ്റ L1 ഷുഡ് ബി ഈക്വൽ ടു ഡെൽറ്റ L2. വാട്ട് ഈസ് ഡെൽറ്റ L1? എന്താ നമുക്കറിയാം? ആൽഫ 1 ഇൻറ്റു L1 ഇൻറ്റു ഡെൽറ്റ T. അതാണല്ലോ ഡെൽറ്റ L1. സോ ഹിയർ അതൊന്നും പറഞ്ഞിട്ടില്ല, സെയിം ടെമ്പറേച്ചർ ആണ്. സോ ഡെൽറ്റ L2 ഈസ് ഈക്വൽ ടു ആൽഫ 2 ഇൻറ്റു L2 ഇൻറ്റു ഡെൽറ്റ T. സോ ഇൻ ദിസ് കേസ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആൽഫ 1 L1 ഇൻറ്റു ഡെൽറ്റ T ഈസ് ഈക്വൽ ടു സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ് ആണല്ലോ രണ്ടിനും വരുത്തുന്നത്. സെയിം ടെമ്പറേച്ചറിൽ രണ്ടും ചൂടാക്കുവാണ്. സോ ആൽഫ 2 ഇൻറ്റു L2 ഇൻറ്റു ഡെൽറ്റ T ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. ദ റിലേഷൻഷിപ്പ് ഈസ് ആൽഫ 1 L1 ഈസ് ഈക്വൽ ടു ആൽഫ 2 L2. സോ ഓപ്ഷൻ എ ഈസ് എ റൈറ്റ് ആൻസർ. ഇത് കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും കുത്തും. അതുകൊണ്ട് ബി കെയർഫുൾ ഇൻ റൈറ്റിംഗ് ഓൾ ദി ആൻസേഴ്സ് ഓൾസോ. കാരണം ഇതിൽ വളരെ ട്രിക്കി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓപ്ഷൻ തരുന്നത് കീമിൽ ഇറ്റ് വാസ് സിമ്പിൾ. ഓപ്ഷനിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തെറ്റത്തൊന്നുമില്ല, കാരണം ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം അതിനകത്ത് കാണും.
ഇതാണ് കോംപ്ലിക്കേറ്റഡ് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓപ്ഷൻ എഴുതുക. ആൻസർ ഈസ് ആൽഫ 1 L1 is equal to alpha 2 L2. It's very simple question, but be careful in writing the options. Next question നമുക്ക് ചെയ്യാം. When a system is taken from a state I to state F, I നിന്ന് Fലേക്ക് ഒരു സിസ്റ്റം പോകുന്നുണ്ട് along the path IAF. IAFിലൂടെയാണ് ഫസ്റ്റ് ടൈം പോകുന്നത്. It is found that ഈ ഒരു സിസ്റ്റത്തിന്റെ കേസിൽ it is found that Q is equal to 50 calories and work done is equal to 20 calories. Okay. Along the path IBF ൽ കൂടെ പോകുമ്പോൾ it is Q is given as 36. What is the work done here? So ഇതാണ് ചോദിച്ചേക്കുന്നത്. So case 1 അല്ല കേസ് 1 എന്ന് പറയണ്ട I the path IAF, കാരണം ഇത് ക്ലോസ്ഡ് പാത്ത് അല്ല, ഒരു പാത്ത് IAFിലേക്ക് പോകുന്നു, അടുത്തത് IBF. 2 പാത്ത്സ് ആണ്. ഇറ്റ് ഈസ് ട്രാൻസ്ഫറിങ് ഫ്രം ഒരു സിസ്റ്റം ഐയിൽ നിന്നും എഫിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു പാത്തിലൂടെ പാത്ത് 1, ദിസ് ഈസ് പാത്ത് 1, ദിസ് ഈസ് പാത്ത് 2. സോ പാത്ത് 1ന്റെ കേസിൽ IAFിന്റെ കേസിൽ ആണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഈസ് Q ഈസ് ഗിവൺ ആസ് 50 calories. IAFിന്റെ കേസിൽ Q1, then W1 is given as 20 calories. എല്ലാം കലോറിയിലാണ്, അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യേണ്ട പ്രശ്നമില്ല. സോ വി നോ ദാറ്റ് ആസ് പെർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ബ്ലാക്ക് ഇസ് ഗുഡ് ആണെന്ന് തോന്നുന്നു. ആസ് പെർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? Thermodynamics, Q is equal to that heat developed or energy supplied is utilized for work done plus delta U. So case 1ന്റെ കേസിൽ we know that Q1 എന്ന് പറയുന്നത് Q1 is equal to work done for 1 plus delta U. ഇന്റേണൽ എനർജി, ഇന്റേണൽ എനർജിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇന്റേണൽ എനർജി എങ്ങനെയാണ്? ഇങ്ങനെ പോയാലും ഇങ്ങനെ പോയാലും എങ്ങനെ പോയാലും ഇന്റേണൽ എനർജി is same. ഇന്റേണൽ എനർജി is not dependent on path, so it is same. So ഇന്റേണൽ എനർജി Q2ന്റെ കേസിൽ it is work done 2 plus delta U. രണ്ട് കേസിൽ ഇന്റേണൽ എനർജി is same. So ഫസ്റ്റ് വണ്ണിന്റെ കേസിൽ നമുക്ക് എന്തറിയാം? Q1 is given as 50 is equal to work done for 1 എന്ന് പറഞ്ഞാൽ 20 ആണ്, then internal energy U. So ഇതിന് നമുക്ക് internal energy കണ്ടുപിടിക്കാമല്ലോ. What is internal energy? is 30 calories. Okay, 50 minus 20. So that you can substitute here. Q2 നമുക്കറിയാം. What is that? Q2 36 calorie പറഞ്ഞിട്ടുണ്ട്. Work done 2 we don't know, that we need to find out. Delta U is same. Delta U ഇങ്ങനെ പോയാലും ഇങ്ങനെ പോയാലും ഇനി ഇതല്ലാതെ വേറെ ഏത് പാത്ത് നോക്കിയാലും delta U is same. So WD2 is equal to 36 minus what is 30? So that means 6 calories. 6 calories is a work done for second path. ഈ second work done തന്നെ second pathന് വേണ്ടിയിട്ടുള്ള work done is path dependent. Q is also path dependent, but U is delta U or energy is not path dependent. അപ്പോൾ എനർജി നമുക്ക് ഫസ്റ്റ് കേസിൽ കണ്ടുപിടിക്കുക. അത് തന്നെയായിരിക്കും ഇനി എത്ര കേസ് ഉണ്ടെങ്കിലും ഡെൽറ്റ യു ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 6 calories. അപ്പോൾ ഇതുപോലത്തെ എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. വെരി ഈസി ക്വസ്റ്റ്യൻസ്, കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ഓൾ ദി ബെസ്റ്റ്, ബൈ.